അപ്പോൾ മച്ചാവരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു പുതിയ സൈറ്റാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ 3 ബാത്റൂമാണ് ഉള്ളത്. നമുക്ക് കൺസീലിൻ്റെ വർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബാത്റൂമാണ് ഇത്. നമുക്കിപ്പോൾ ക്ലോസറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ വരുമ്പോൾ വാൾ മൗണ്ട് ക്ലോസറ്റാണ്. അതുപോലെ നമ്മൾ ലെജർ വാൾ കെട്ടിയാണ് ഇവിടെ ക്ലോസറ്റ് വയ്ക്കുന്നത്. അതുപോലെ ഷവർ ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഷവർ വരുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോൾ 3 വേ ഡൈവേർട്ടറാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഈ ഭാഗത്താണ് വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ നമുക്ക് ഒരു 1 പീസ് വാഷ് ബേസിനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺസീൽ വരയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതാണ് ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 18 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 20 ഇഞ്ചായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ചുമരിൽ നിന്ന് ഒരു 20 ഇഞ്ചാണ് നമ്മൾ വാഷ് ബേസിന് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 പീസിൻ്റെ വാഷ് ബേസിനാണ്. അപ്പോൾ നമുക്ക് 18 ഇഞ്ചിനകത്തെ വാഷ് ബേസിനുള്ളൂ. നമ്മൾ 20 ഇഞ്ച് ഈ ചുമരിൽ ടൈൽ തന്നെ കൂട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്ലോസറ്റ് വരുന്നത്. അപ്പോൾ സെൻറ്റർ വെക്കേണ്ടതെന്നാണ് ഇവിടെ ക്ലൈൻറ്റ് പറഞ്ഞത്. കാരണം ഇവിടെ ബാത്റൂം നീളം കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 55 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെജർ വാൾ കെട്ടിയെടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ലെജർ വാളിൻ്റെ ഒരു 5 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് പൂശുകാനും എല്ലാം കൂടെ ചേർത്ത് ക്ലോസറ്റ് നമുക്ക് വരുമ്പോൾ ഒരു 19 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ ഇവിടെ നിന്ന് ഒരു 25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഡെയിലി തന്നെ എല്ലാം കൂട്ടി 25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 25 മുതൽ ഇവിടെ നമ്മൾ 18 ഇഞ്ച് വരച്ചല്ല, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിവിടെ ഷവർ വയ്ക്കുന്നത്. അപ്പം നമുക്കിവിടെ സെൻറ്റർ തന്നെ 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 3 വേ ഡൈവേർട്ടർ വയ്ക്കുന്നത്. ഇവിടെ വേറെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒന്നും നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ പാർട്ടീഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഒറ്റ പ്ലാറ്റ്ഫോമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ കൺസീലെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ വാഷ് ബേസിൻ്റെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു 1 പീസിൻ്റെ വാഷ് ബേസിനാണ് വരുന്നത്. അതുപോലെ ഡൈവേർട്ടർ നമ്മളിപ്പോൾ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് നമ്മൾ 120 സെൻറ്റിമീറ്റർ കിട്ടാൻ കണക്കിനാണ് നമ്മൾ ഡൈവേർട്ടർ കൊടുത്തിട്ടുള്ളത്. ഇത് 3 വേ ഡൈവേർട്ടറാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് റൈറ്റ് സൈഡ് നമ്മൾ കോൾഡ് വാട്ടറും ലെഫ്റ്റ് സൈഡ് ഹോട്ട് വാട്ടറുമാണ് ഇത് ഇങ്ങനെ ഇറങ്ങുന്നത്. അതുപോലെ നമ്മൾ സ്പൗട്ടിൻ്റെ ലൈന് നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ട് വാട്ടറിന് ഒരു ക്രോസ് ബെൻഡ് ഇട്ടാൽ നമ്മൾ ഈ ലൈന് കയറി പോകും. അങ്ങനത്തെ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ കോൾഡ് വാട്ടറാണ്. അതുപോലെ ഈ ഒരു പോയിന്റ് കാണുന്നത് നമ്മുടെ ഹാൻഡ് ഷവറാണ്. കാണുന്നത് നമ്മുടെ ഷവറാണ്. ഷവറിൻ്റെ പോയിന്റ് നമ്മൾ ഒരു 7 അടിക്ക് പുറത്തുണ്ട് വെച്ചിട്ടുണ്ട്. ഒരു 220 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം ഇത് വാള് ഫുള്ള് ടൈലൊട്ടിക്കും. അതുപോലെ ഇത് നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ഹോട്ട് വാട്ടർ കൊടുക്കുന്ന കണക്കിനാണ് ഇവിടെ നമ്മൾ ഹോട്ട് വാട്ടർ, ഇവിടെ കോൾഡ് വാട്ടർ, അങ്ങനെയാണ് നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ ലൈൻ വരച്ചിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഇവിടെയാണ് വരുന്നത്, നമ്മൾ സെൻട്രലിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത പ്രോഡക്റ്റൊക്കെ അതൊന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ 3 ബാത്റൂം ഉള്ളതിൽ 2 ബാത്റൂമിൽ മാത്രമാണ് കൺസീലർ ഫ്ലഷ് ടാങ്കും അതുപോലെ ഈ 3 വേ ഡൈവേർട്ടറും വരുന്നത്. ഒരു ബാത്റൂമിൽ ഒരു 1 പീസ് ക്ലോസറ്റും അതുപോലെ 2 വേ ഡൈവേർട്ടറാണ്. നമുക്ക് ഫ്ലഷ് ടാങ്ക് വരുന്നത് ഗബ്രിറ്റിൻ്റെ ഫ്ലഷ് ടാങ്കാണ് വരുന്നത്. ഹാഫ് ഫ്രെയിം ഫ്ലഷ് ടാങ്കാണ്. അതുപോലെ നമ്മൾ 3 വേ ഡൈവേർട്ടർ വരുമ്പോൾ നമുക്ക് ജാഗ്വറിൻ്റെ 3 വേ ഡൈവേർട്ടറാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൺസീൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്, പുതിയതാണ്, നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് കട്ട് ചെയ്ത് നോക്കാം. സാധാ മാസ്കിനേക്കാളും കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസും കിട്ടുന്നുണ്ട്. അതുപോലെ ഗ്ലാസും അതുപോലെ നമ്മൾ ചെവിയിൽ വയ്ക്കേണ്ട ഒരു 2 ബഡ്സ് പോലത്തെ സാധനമുണ്ട്. നമുക്ക് മെഷീനൊക്കെ അടിക്കുമ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് 5 ഇഞ്ചിൻ്റെ മെഷീനിട്ടാണ് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ മറ്റൊരു നമ്മൾ കാണുമ്പോൾ എല്ലാം ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. മാസ്ക് വെച്ച് കെട്ടിയാൽ എത്രയൊക്കെ നോക്കിയാലും കൂടിയാകുന്നത് കൊള്ളാമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. 500 രൂപയാണ് ആയത്. സംഭവം എന്തായാലും കൊള്ളാം. അതുപോലെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ കുറെ ഫിൽറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്ക് ഇയർബഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് മിഷീന്റെ സൗണ്ട് ഒന്നും നേരെ ചെവിയിൽ എത്തില്ല. അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ ചെവിയൊക്കെ ഒരു സൗണ്ടാണ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഫുള്ള് പാക്കാണ് വരുന്നത്. ഗ്ലാസ്, മാസ്ക്, അതുപോലെ ഇയർബഡ്സ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് പൊടിയൊക്കെ മാറിയിട്ടൊന്ന് മെഷീനിൽ ഇടിക്കാം. അപ്പോൾ മച്ചാൻ വരെ നമ്മൾ 3 ബാത്റൂമും കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മിഷീൻ ഇടിക്കാനാണ് പോകുന്നത്. ഇടിക്കുമ്പോൾ നമ്മളെ മിഷീൻ്റെ ഒന്ന് ഗ്രീസ് മാറ്റണം. നമ്മൾ കഴിഞ്ഞ സൈറ്റിൽ മാറ്റിയതാണ്. ഇപ്പോൾ ഗ്രീസ് കുറവാണ് ഇതിൽ. കിടക്കുന്ന പഴയ ഗ്രീസിനെയൊക്കെ നമ്മൾ അത് തുടച്ച് മാറ്റും. എന്നിട്ട് നമ്മൾ പുതിയ ഗ്രീസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോഴെല്ലാം നല്ല തുടച്ച് വൃത്തിയായിട്ടുണ്ട്. നമ്മുടെ ബുള്ളിൻ്റെ മെഷീനാണ്. അത് നമ്മുടെ ഗ്രീസ് വരുന്നത്. നമ്മൾ ഈ ഒരു ഗിയർ ഉണ്ടല്ലോ അകത്തുള്ള ആ ഒരു ലെവലാണ് നമ്മൾ ഗ്രീസ് ഇടുന്നത്. ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം പിടിക്കാം. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ അങ്ങനെ ബാത്റൂമിൻ്റെ കൺസീലെല്ലാം അടിയെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെഷീനിട്ട് നമ്മൾ 3 ബാത്റൂമെല്ലാം നമ്മളെല്ലാം ചിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പുറത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ 4 ഇഞ്ചിനും 2 ഇഞ്ചിനും ഒരു ഡ്രോപ്പ് വാട്ടറിന് വേണ്ടി നമ്മളെല്ലാം ഹോളെല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ബാത്റൂമിൽ ഇവർ അറിഞ്ഞുകൂടാതെ ആദ്യമേ വാട്ടർ പ്രൂഫ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാം പോയിട്ടുണ്ട്. അതവർ അറിയാതെയാണ് അവർ ചെയ്തത്. ഇനി നമുക്ക് പ്ലംബിംഗ് എല്ലാം കഴിഞ്ഞ് പ്രഷർ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ വാട്ടർ പ്രൂഫ് ചെയ്യും. ഇപ്പോൾ ഇവർ ഏകദേശം ലിൻഡിൽ മുട്ടത്തോളമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈറ്റിൽ കൂടുതൽ വർക്കിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ വരും ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.